എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ ഇന്ന് രണ്ട് രണ്ട് കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് മാതാപിതാക്കളും ഒന്ന് മക്കളും. അല്ലേ അല്ലേ ആ മാതാപിതാക്കളില്ലേ? ഉണ്ട്. ഉണ്ട്. ഓക്കെ. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിലൂടെയാണ് തുടങ്ങുന്നത്. ഒരിക്കൽ ഞാൻ കോളേജിന്റെ വരാന്തി നിന്നപ്പോ ഗേറ്റിന് പുറത്തു നിന്ന് ഒരു ബോള് ഉള്ളിലേക്ക് വന്നു. ഗ്രൗണ്ടിൽ കളിച്ചോണ്ട് നിന്ന ഒരു കുട്ടിയുടെ തലയിൽ വീണു. 2 മിനിറ്റിനുള്ളിൽ ഗേറ്റിന് പുറത്തു നിന്ന് ഗേറ്റിനകത്തേക്ക് 2 യുവാക്കൾ ഓടി വന്നു, ബോൾ എടുത്തു. എന്നിട്ട് ബോൾ എടുത്ത് കൈ തലയിൽ വീണ കുട്ടി ബോൾ എടുത്ത് കൈ പിടിച്ചിരുന്നു. അവന്റെ ഷർട്ടിന് പിടിച്ചിട്ട് എന്തോ പറഞ്ഞെന്തോന്ന് കേട്ടില്ല. ബോളും കൊണ്ട് അവർ തിരിച്ചുപോയി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ബോള് പുറത്തുനിന്ന് വന്നു, നിന്റെ തലയിൽ വീണു, എന്തുകൊണ്ട്? എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാഞ്ഞത്? ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, എനിക്ക് പ്രതികരിക്കാൻ അറിയത്തില്ല മാം. അതെന്താണെന്ന് ചോദിച്ചു. എൻ്റെ വീട്ടില് എൻ്റെ അമ്മ പറയും മിണ്ടരുത്, എൻ്റെ അച്ഛനോട് പറയും മിണ്ടരുത്, എൻ്റെ അച്ഛമ്മയോട് പറയും മിണ്ടരുത്, അച്ഛച്ചനോട് പറയും മിണ്ടരുത്, എന്നോടും പറയും മിണ്ടരുത്. ഞാൻ ചിരിച്ചാ പറയും മിണ്ടരുത്, ഞാൻ കരഞ്ഞാ പറയും മിണ്ടരുത്. ഈ മിണ്ടരുത് മിണ്ടരുത് കേട്ട് കേട്ട് എനിക്കിപ്പോ പ്രതികരിക്കാൻ അറിയത്തില്ല. 20 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത് എന്നോട് പറഞ്ഞത്. എവിടെയാണ് പ്രിയ മാതാപിതാക്കളെ തെറ്റ് സംഭവിച്ചത്? ഇന്ന് ആ കുട്ടി അമേരിക്കയിലാണ്, ഒരു ന്യൂറോ സർജനാണ്. അതൊരു വഴി. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് തെറ്റുപറ്റിയത്? ആർക്കാണ് തെറ്റുപറ്റിയത്? മിണ്ടരുത് എന്ന് പറഞ്ഞ് അച്ചടക്കം പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കാണോ? പ്രതികരിക്കാൻ മറന്നുപോയ മക്കൾക്കാണോ? ആർക്കാണ് തെറ്റുപറ്റിയത്? ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾ ഒരു വ്യക്തിയാണ്. അവർക്ക് വ്യക്തിത്വമുണ്ട്. കുട്ടി മുതൽ പ്രായമാകുന്നത് വരെ മക്കളാണ്. നമുക്ക് മാതാപിതാക്കൾക്ക് അവർ മക്കളാണ്. അവർക്ക് ഒരു വ്യക്തിത്വമുണ്ട്. അവർക്ക് അതിൻ്റെതായ സ്റ്റാൻഡുണ്ട്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവരാണ്. നമുക്ക് 2 കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 3 മക്കൾ ഉണ്ടായിരിക്കാം. 3 പേരും 3 തരത്തിലാണ്. 2 പേരും 2 തരത്തിലാണ്. ഒരാളെ പോലെ അല്ല മറ്റൊരാൾ. ഡിഫറൻസ് ആണ് എല്ലാവരും. ഈശ്വരൻ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. ഒരു അമ്മ ഒരിക്കല് സാറിന്റെ ഒരു ക്ലാസ്സില്, ഈ കഴിഞ്ഞ ക്ലാസ്സില് ഒരമ്മ വന്നിട്ട് അവരുടെ മകൾ എന്തോ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് പരാതി പറയുന്നു. സാറ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല. അവര് പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ സ്വന്തമായിട്ട് പഠിച്ചു, അവൾ സ്വന്തമായിട്ട് ജോലിക്ക് പോയി, അവൾ ഞങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അവൾ സ്വന്തമായി എല്ലാം ചെയ്തു. പക്ഷെ എന്തുകൊണ്ട്? അവൾ സ്വന്തമായി അധ്വാനിച്ചു, സ്വന്തമായി പഠിച്ചു, എല്ലാം സ്വന്തമായി ചെയ്ത ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സ്വന്തം പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ അവകാശമില്ല? നാം മനസ്സിലാക്കുക. എൻ്റെ വീട്ടില് എൻ്റെ അടുത്ത് ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ നിങ്ങളുടെ കൂട്ടിന് നിർത്താവോ? ഞാൻ ആദ്യം സമ്മതിച്ചു. ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇവര് ആരാന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, ആരോടെങ്കിലും ചോദിക്കട്ടെ നിങ്ങൾ ആരാന്ന്. അപ്പോഴാണ് പറയുന്നത്,
ആ പെണ്ണ് നല്ല സുന്ദരിയായ ഒരു മോള് BSc നേഴ്സാണ്. പക്ഷെ അവള് വേറൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ സഭയിലുള്ള വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു. ഈ അമ്മ ആ ചെറുക്കന്റെ അടുത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുക. ഇപ്പൊ ആ കുട്ടിക്ക് ഭ്രാന്താണ്, മാനസിക രോഗം. ആരുത്തരവാദി? നമ്മുടെ മക്കൾ ഇതൊക്കെ വലിയ 18 വയസ്സിന് മുന്നോട്ടുള്ളവരുടെ കഥയാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇനി ഞാൻ പറയുന്നു, നമ്മുടെ മക്കളെല്ലാം ചെറിയ മക്കളാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം ചെറിയവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ ഓരോരുത്തരും ഓരോ വ്യക്തിയാണ്. അത് നാം മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. അവരൊക്കെ ഒരുപാട് പ്രഷറുണ്ട്. നമ്മുടെ വീട്ടിനകത്തുണ്ട്, സ്കൂളിനകത്തുണ്ട്. വീട്ടിനകത്ത് പഠിക്കടാ, മാർക്ക് എവിടെ. ഇത് തന്നെയാണ് നമ്മുടെ ചിന്തയും ചോദ്യവും. ഞാനൊരു അമ്മയാ. ഞാൻ പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നിന്നെ പഠിപ്പിച്ച അതേ ടീച്ചറല്ല ഈ ഫസ്റ്റ് മേടിച്ചവനെയും പഠിപ്പിച്ചത്? എന്തുകൊണ്ട് അവന് ഫസ്റ്റ് കിട്ടി, നിനക്ക് ഫസ്റ്റ് കിട്ടിയില്ല? കറക്റ്റ് അല്ലേ എന്റെ ചോദ്യം? ഞാൻ ചോദിച്ചതാ എന്റെ മോനോട്. അവൻ എന്നെ തന്നെ ഇങ്ങനെ വിഴുങ്ങി നോക്കിക്കൊണ്ടിരുന്നു. ഒരു ക്ലാസ്സിൽ ഒരാൾക്ക് ഫസ്റ്റ് മേടിക്കാൻ പറ്റൂ. പഠിക്കണം, മക്കൾ പഠിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ ശിക്ഷിക്കണം, അവരെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റണം. ഇതിനെല്ലാം ഓരോ വഴിയുണ്ട്. അവര് അനുഭവിക്കുന്ന മാനസിക പീഡ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിയുന്നില്ല അവര് ഇങ്ങനെ പ്രഷർ അനുഭവിക്കുന്നു എന്നുള്ള ചിന്ത നമുക്കില്ല. നമ്മുടെ പ്രഷർ കൂടി അവർക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഒരു വില്ലാണ്. അമ്പും വില്ലും നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒരു വില്ലാണ്. നമ്മളാണെങ്കിൽ അമ്പാണ്. നമ്മൾ തൊടുത്തു വിടുകയാണ്. ആ വില്ലിനെ നമ്മൾ തൊടുത്തു വിടുകയാണ്. എങ്ങോട്ട്? ലക്ഷ്യത്തിലേക്ക്. ആ അമ്പിനെ നമ്മൾ തൊടുത്തു വിടാനായിട്ടുള്ള ഒരു വില്ല് മാത്രമാണ് നമ്മൾ. പോകേണ്ടത് അമ്പാണ്. അമ്പ് ചെന്ന് ലക്ഷ്യത്തിൽ കൊള്ളുക തന്നെ വേണം. ആ ലക്ഷ്യത്തിൽ കൊള്ളാൻ വേണ്ടി നമ്മൾ തൊടുത്തു വിടുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും ശകാരിക്കേണ്ടെന്നല്ല, ഒരു ലിമിറ്റുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ബന്ധുക്കൾ വരുമ്പോൾ നീ അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ, നീ ആ ബന്ധുക്കളെ നീ കാണാൻ പാടില്ല കേട്ടോ. അയ്യോ, എൻ്റെ അച്ഛമ്മ വന്നതിന് തുള്ളിച്ചാടി ഓടുന്ന കൊച്ചിനെ പിടിച്ചെടുത്ത് റൂമിനകത്ത് കൊണ്ടുവച്ചിട്ട് അവരിപ്പം നിന്നെ കാണണ്ട എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ കുട്ടിയുടെ ഉള്ളിൽ അച്ഛമ്മയോടുള്ള സ്നേഹവും നമ്മളോടുള്ള വെറുപ്പുമാണ് ഉടലെടുക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ എപ്പോഴും മക്കളെ മക്കളായിട്ട് കാണുകയും അവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും അവരായിട്ട് വളർത്താൻ നാം ശ്രമിക്കുക. എങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇനി മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പരാജയങ്ങൾ എപ്പോഴെങ്കിലും പരാജയം വന്നു ഭവിച്ചാൽ ആ പരാജയത്തിനകത്തല്ല നിങ്ങൾ നിൽക്കേണ്ടത്. തോമസ് ആൽവ എഡിസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തോമസ് ആൽവ എഡിസൺ. ഒരിക്കല് ഈ തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാല കത്തി നശിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഉറക്കെ നിലവിളിച്ചു, അയ്യോ പോയേ, എല്ലാം കത്തിപ്പോയേ. തോമസ് മകനോട് പറഞ്ഞു, നീ ഈ നമ്മുടെ ഇതുവരെയുള്ള നേട്ടങ്ങളും ഇതുവരെയുള്ള നമ്മുടെ നഷ്ടങ്ങളും ഒക്കെ കത്തി നശിച്ചു, എല്ലാം പോയി. പക്ഷേ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും നമുക്കിതിനേക്കാൾ മെച്ചമുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ കത്തി നശിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും മെലിഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും പിന്നീട് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ.
ഇതാണ് പ്രിയ മാതാപിതാക്കളെ മക്കളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഒരു മാർക്ക് കുറഞ്ഞു പോയാലും അടുത്ത പ്രാവശ്യം അതിന്റെ ഇരട്ടി മേടിക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ട്. അല്ല നിങ്ങൾ ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ പിന്നെ നിരാശപ്പെട്ടിട്ടോ കാര്യമില്ല. കുഞ്ഞു മനസ്സിൽ വീഴുന്ന നിരാശ അത് വലിയ തീയായിട്ട് പറന്ന് പന്തലിക്കും അവരുടെ ജീവിത അവസാനം വരെ. കുഞ്ഞു മനസ്സുകളിൽ തീ വീഴാതെ, നിരാശ വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ നിരാശ കുത്തിവെക്കരുത്. നിരാശയ്ക്ക് അടിമപ്പെടാൻ അവരെ അനുവദിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളെ, ഒരിക്കൽ നമ്മൾ തോറ്റുപോയാൽ വീണ്ടും നമുക്ക് വിജയമുണ്ട്. ഇല്ലേ? ഇല്ലേ? ഉണ്ട്. മ്യൂട്ട് ചെയ്തേക്കുന്നത് കേൾക്കുന്നില്ല. വീണ്ടും നമുക്ക് വിജയമുണ്ട്. പെൻസിൽ കണ്ടിട്ടില്ലേ? പെൻസിൽ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. കാർട്ടൂൺ വരയ്ക്കാം, ചിത്രങ്ങൾ വരയ്ക്കാം, എന്ത് വേണ്ടി നല്ലത് എഴുതാം, ചീത്ത എഴുതാം, കണക്കെഴുതാം, എല്ലാം എഴുതാൻ പറ്റും പെൻസിൽ കൊണ്ട്. പക്ഷെ തൊട്ടടുത്ത് ഒരു എറൈസറും കൂടി ഉണ്ടാവും. തെറ്റുപറ്റിയാൽ മായ്ക്കാൻ ഒരു എറൈസർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. തിരുത്തണം. തെറ്റിനെ തിരുത്താൻ പെൻസിലിന് ഒരു എറൈസർ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സും നമ്മുടെ മാതാപിതാക്കളും ആവശ്യമാണ്, അല്ലേ? നമ്മുടെ മാതാപിതാക്കളിലൂടെ തെറ്റിനെ തിരുത്താൻ, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരുമുണ്ട്. അതേ കണക്ക് നമ്മുടെ മനസ്സിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യണം. പെൻസിൽ എങ്ങനെയാ മുന ഉണ്ടാക്കുന്നത്? ഒരു ഷാർപ്നർ ഉപയോഗിച്ചാണ്, അല്ലേ? ഷാർപ്നർ വെച്ച് തിരിച്ചാണ് നമ്മൾ പെൻസിലിന് മുന ഉണ്ടാക്കുന്നത്. ഒരു പെൻസിൽ ഈ ഷാർപ്പനകത്ത് കടക്കുമ്പോ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോ പെൻസിലിന് വേദനിക്കുന്നുണ്ടാവും, അല്ലേ? ഇല്ലേ? പെൻസിലിന് വേദനിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ച് നല്ല മുന വരുമ്പോ വലിച്ചിങ്ങനെ എടുക്കും. അപ്പൊ പെൻസിലിനും വേദനിക്കുന്നു. നല്ലവണ്ണം അക്ഷരം എഴുതാൻ വേണ്ടിയാണ് നമ്മൾ പെൻസിലിനെ ഷാർപ്പൻ ഉപയോഗിച്ച് മുന ഉണ്ടാക്കി എടുക്കുന്നത്. നല്ല നീളമുള്ള മുന ഉണ്ടാക്കി എടുക്കുന്നത് പെൻസിലിന് നല്ലവണ്ണം എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ കുറച്ചൊക്കെ വേദനിക്കും. ടീച്ചർ ഒരുപക്ഷെ ഒരടിയൊക്കെ തന്നിരിക്കും, അമ്മ വഴക്ക് പറഞ്ഞെന്നിരിക്കും, അമ്മ ദേഷ്യപ്പെട്ടെന്നിരിക്കും. അപ്പോഴൊക്കെ എന്താണ്, നമ്മൾ മുനയുള്ള നല്ല ഷാർപ്പനർ ആയി നല്ല പെൻസിലായി മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേദനിക്കുന്നു, അമ്മ വഴക്ക് പറയുമ്പോൾ വേദനിക്കുന്നു, ടീച്ചർ അടിക്കുമ്പോൾ വേദനിക്കുന്നു. പക്ഷെ അതെന്താണ്, നല്ല ഒരു പെൻസിലായി മാറാനും, നല്ല മുനയുള്ള ഒരു പെൻസിലായി മാറാനും, നല്ല രീതിയിൽ എഴുതാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വേദന തരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഇത്രയും സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തെങ്കിലും ചോദ്യം ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാനുണ്ടോ? ഞാനിപ്പോ 2-3 കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ചോദ്യം എന്നോട് ചോദിക്കാനുണ്ടോ? ഒന്നും കേട്ടില്ലേ? കേട്ടു. അപ്പൊ ചോദിക്കൂ. എല്ലാം മനസ്സിലായി. എങ്കിൽ ചോദിക്കൂ. എല്ലാം മനസ്സിലായ ആരോ ചോദിച്ചേ? അത് നമ്മളെ പാരന്റ്സ് ഇല്ലേ, ആ നമ്മളെ പാരന്റ്സ് തിരുത്തിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തിരുത്താൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ഒരു കൂട്ടുകാരനെ അടി കൊടുക്കുന്നു, അല്ലേ? അടി കൊടുക്കുന്നു. ആ അടി അവന് കൊടുത്തത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ, പേരൻസ് പറഞ്ഞില്ലെങ്കിലും നമ്മൾ പോയി അവനോട് സോറി പറഞ്ഞാൽ ഓക്കെ. അപ്പൊ പേരൻസ് ഇടപെടുന്നില്ലല്ലോ.
നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി അത് തെറ്റാണ്, അവനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുകയും അവനോട് ചെന്ന് സോറി പറഞ്ഞ് ഒരു ഷേക്ക് ഹാൻഡും കൊടുക്കുമ്പോൾ ഓക്കെ വെരി ഗുഡ്, നമുക്ക് പറ്റും. പേരൻസ് തന്നെ വേണമെന്നില്ല, പേരൻസിനെ ഉൾപ്പെടുത്താതെ നമ്മൾ സ്വയം ചെയ്യുന്നതാണ് വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ഓക്കെ, ഈ പേരൻസ് തെറ്റ് തിരുത്താനായിട്ട് നമ്മളടുത്തേക്ക് വന്നാൽ ചിലപ്പോൾ അത് കുളമായി മാറും. ചില സമയത്ത് ഓക്കെ ആവും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മറ്റാരുടെയും സഹായമില്ലാതെ നമ്മൾ മനസ്സിലാക്കുകയും ഈശ്വര കൃപയെ മനസ്സിലാക്കുകയും ആ തെറ്റിനെ തിരുത്തുകയും ചെയ്താൽ വെരി വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഡൺ. പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം വായിച്ചെന്ന സ്റ്റോറിയില് മിസ് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോ എല്ലാവരെയും കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുമെന്ന്. എന്നിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയോ? മിസ് പറഞ്ഞു ക്വസ്റ്റ്യൻ പറഞ്ഞാ മതിയെന്ന്. എഴുതാൻ ആ ക്വസ്റ്റ്യൻ പറ, ഞാൻ ഉത്തരം പറയാം. എന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞു, എഴുതിക്കൊണ്ട് വന്ന് എന്നോട് ചോദിക്കുക, അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം പറയും. മിസ് എഴുതിക്കൊണ്ട് വന്നുവോ? ആരെങ്കിലും എഴുതിയോ? ആരും എവിടെ പോയി? ആരും എഴുതിയോ? അപ്പൊ ഇന്നിപ്പോ ഞാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങൾ കേട്ടില്ലേ? മാതാപിതാക്കളോടും ഞാൻ പറഞ്ഞു, നിങ്ങളോടും ഞാൻ പറഞ്ഞു, കുട്ടികളോടും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളോട് പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ ഓർക്കുക. പെൻസിലിന്റെ കഥ പറഞ്ഞു. തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാല കത്തിപ്പോയപ്പോൾ അദ്ദേഹം മകന് കൊടുത്ത ഉപദേശം ഞാൻ പറഞ്ഞു. തോൽവിയെ തോൽവിയായിട്ട് കാണരുത്, വിജയത്തിന് വേണ്ടിയുള്ള ഒരു പടിയായിട്ട് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് തോൽവിയെ നാം കാണേണ്ടത്. നാം അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നറിയോ? മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ നാം വായിക്കണം. മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ അവരെഴുതിയ പുസ്തകങ്ങളല്ല, അവരുടെ ജീവചരിത്രങ്ങൾ നാം വായിക്കണം. എബ്രഹാം ലിങ്കൺ, തോമസ് ആൽവ എഡിസൺ, പിന്നീട് മഹാത്മാഗാന്ധി, ടോൾസ്റ്റോയി, ഇവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ നാം വായിച്ചാൽ അവരെല്ലാം അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടം സഹിച്ചിട്ടാണ് പിന്നീട് വലിയ ഒരു നിലയിൽ എത്തുകയും ലോകം ഉള്ളിടത്തോളം കാലം ഇവരെ എല്ലാം ഓർക്കുകയും ചെയ്യും. അതിനു മുമ്പ് ഇതൊക്കെ ഓർക്കുന്നതിന്, അല്ലെങ്കിൽ ഇവരെ ലോകം ഓർക്കുന്നതിന് കുട്ടികളായിരിക്കുമ്പോൾ ഇവർ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ കഷ്ടത്തിലൂടെ കടന്ന് വന്ന് അവരെങ്ങനെയാണ് മഹാന്മാരായി മാറിയത് എന്ന് നാം അറിയണം. അറിയാൻ വേണ്ടി എന്താണ്? അവരുടെ ജീവചരിത്രങ്ങൾ നാം വായിക്കണം. ഓക്കെ, അമ്മയോടും അച്ഛനോടും പറയുക, ഇവരെയൊക്കെ ജീവചരിത്രങ്ങൾ എടുത്തു തരാൻ പറയുക. എന്നിട്ട് നാം ഈ കാർട്ടൂൺ കാണുന്ന സമയത്തും നാം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ കളിക്കാൻ പോകണ്ടെന്ന് ഞാൻ പറയത്തില്ല, കളിക്കാൻ തന്നെ വേണം. സമയം കിട്ടുന്ന സമയത്ത് ഒരു അരമണിക്കൂർ നേരം ഒരു പുസ്തകം വായിക്കുക, അരമണിക്കൂർ. എന്നിട്ട് അത് മടക്കി വെക്കുക. പിന്നീട് നാം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നേരം നാം വായിക്കാൻ വേണ്ടി ചെലവഴിക്കണം. അത് എന്ത് പുസ്തകമാണ്? ഈ ജീവചരിത്രങ്ങൾ വായിക്കണം. അപ്പോഴാണ് നമുക്ക് ഓരോരുത്തരും മഹാന്മാരാകുന്നതിന് മുമ്പ് അവരെന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചാണ് ഇവിടം വരെ എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓരോരുത്തരെയും നമുക്ക് റോൾ മോഡൽ ആക്കാനായിട്ട് സാധിക്കും. ഒരാള് കഷ്ടപ്പെട്ടിട്ടാണോ അത്രയും വലുതൊക്കെ കേട്ടില്ല? ഒരാൾ അത്രയും കുറെ കഷ്ടപ്പെട്ടിട്ടാണോ വലിയ ആളാവണത്? തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ആളാകാനായിട്ട് സാധിക്കൂ. മനസ്സിൽ ഒരു സ്വപ്നം നമ്മൾ വെച്ചിട്ട്, എനിക്ക് ഡോക്ടർ ആകണം എന്നുള്ള സ്വപ്നം മനസ്സിൽ വെച്ചിട്ട് നാം 24 മണിക്കൂറും ഉറങ്ങിക്കൊണ്ട് കിടന്നാൽ ഡോക്ടർ ആകുമോ? പ്രണവേ? ആവൂല. അപ്പൊ നമ്മൾ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ട് പഠിക്കണം. നാം നമ്മുടെ ചിന്തകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ആയിരിക്കണം നാം പോകേണ്ടത്. അപ്പൊ അതിന് കഷ്ടമുണ്ട്. ഈ കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഡോക്ടറാകുക എന്ന എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ 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 നിലകളിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ.
ഒരു സ്വപ്നം മനസ്സിൽ വെച്ചിട്ട് നാം കളിച്ച് നടന്ന് ഉറങ്ങി നടന്ന് അമ്മയോടും പഠിക്കടാന്ന് പറയുമ്പോൾ വഴക്കിട്ട് അല്ലെ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ, ലേസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് ഡോക്ടർ ആകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടെങ്കിലേ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പൊക്കോട്ടെ. ഇതുവരെ നിങ്ങളോട് പറഞ്ഞ കഥകളും നിങ്ങൾ മനസ്സിലാക്കിയതും അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ, ഞാനാണോന്ന് അറിയത്തില്ല, ആരാണോ അടുത്ത ക്ലാസ്സിൽ ഞാൻ എപ്പോഴെങ്കിലും അടുത്ത ക്ലാസ്സിൽ വന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്നോട് ചോദിക്കാൻ ചോദ്യം ഉണ്ടായിരിക്കണം. ഓരോരുത്തരുടെയും കയ്യിൽ 5 ചോദ്യങ്ങൾ വീതം ഉണ്ടാവണം. ചോദ്യം ചോദിച്ച് എന്നെ മുട്ടുകുത്തിക്കണ്ടേ? വേണ്ടേ? വേണ്ടിയോ? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് അറിയില്ല എന്ന് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിച്ച് എന്നെ മുട്ടുകുത്തിക്കണം. അപ്പൊ ഞാൻ തല ചൊറിഞ്ഞിട്ട് അറിയത്തില്ല പ്രണവ് എന്ന് പറയണം. അപ്പൊ ചോദ്യം ഉണ്ടെങ്കിലല്ലേ എന്നോട് ചോദിക്കാൻ പറ്റൂ, അല്ലേ? യെസ്. അപ്പൊ ചോദ്യങ്ങൾ, എല്ലാവരുടെയും കയ്യിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ടീച്ചറിനോട് ചോദ്യം ചോദിക്കണം, അമ്മയോട് ചോദ്യം ചോദിക്കണം, അച്ഛനോട് ചോദ്യം ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. നാം മിണ്ടാതിരുന്നാൽ നമുക്കൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഭാവം. ചോദ്യം ചോദിക്കുന്ന കുട്ടിക്ക് അവൻ എന്തൊക്കെയോ അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അപ്പൊ അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ് വരുമ്പോ ചോദ്യമായിട്ടല്ലേ എൻ്റെ അടുത്തേക്ക് വരിക, അല്ലേ? യെസ്, ഡൺ. അപ്പൊ ഞാൻ പൊക്കോട്ടെ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. എല്ലാവരും മിടുക്കരായിരിക്കുക. പ്രിയ മാതാപിതാക്കളെ, ഒരു കാര്യം മനസ്സിലോർക്കുക, നിങ്ങളുടെ മക്കൾ യുണീക്കാണ്. അവരൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ, ആ വ്യക്തിത്വത്തിന് ഉടമയെ ആ കണ്ണോടുകൂടി കാണുകയും അവരുടെ വ്യക്തിത്വത്തെ വളർത്താൻ അവരെ സഹായിക്കുകയും ചെയ്യുക. ഓക്കെ? അതിന് ഞാൻ ഇതുവരെയും പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഫലവത്തായി നടപ്പാക്കുവാൻ ഈശ്വരൻ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ ക്ലാസ് എല്ലാവരും കേട്ടോ? കേട്ടില്ലേ? അപ്പോഴ ആദ്യം മാം എന്താ പറഞ്ഞേ? മാം പേരൻസിനോട് അല്ലേ, നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ ടീച്ചർ ഒരു മാതാവാണ്, അപ്പൊ മാതാപിതാക്കളോട് മാം എന്താ ആശയമാ തന്നേ? മാതാപിതാക്കൾ ആരാകണമെന്നാ പറഞ്ഞേ? അമ്പും വില്ലിലെ വില്ലുകളാവണം, ഒരിക്കലും വില്ലന്മാരാകരുത് എന്നാ മാം പറഞ്ഞല്ലേ. നമ്മൾ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വില്ലന്മാരാകരുത്, നമ്മൾ വില്ലുകളാവണം. അവരെ തൊടുത്തു വിടാനുള്ള ആയുധമായി മാത്രമേ നമ്മളാകാവൂ. അവരെന്ത് ചെയ്യാം? നമ്മളെപ്പോഴും അവർക്ക് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, കഴിവുകൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ കഴിവുകളെ നമ്മൾ വികസിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, അല്ലേ? പേരൻസ് എല്ലാവരും എഗ്രി ചെയ്തോ? എല്ലാവരും അങ്ങനെയല്ലേ? നമുക്ക് ക്ലാസ്സിൽ വന്ന് ക്ലാസ് കേട്ടുകൂടെ നമ്മൾ ആകെ മാറി. നമുക്കൊരു ചേഞ്ച് വരണം. നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റണം. കുട്ടികളെ എപ്പോഴും മാർക്ക് കുറയുന്ന കാര്യത്തിലൊക്കെ നമ്മള് വഴക്ക് പറയൂ, അങ്ങനെയല്ല. അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കുട്ടികളെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞു പോയാല് എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം അവനെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ? അതുപോലെ കുട്ടികളോട് എന്താ മാം പറഞ്ഞേ? കുട്ടികൾ ആരാവണം? കുട്ടികളുടെ മനസ്സിൽ എന്താ വെക്കണമെന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞു വെക്കണമെന്ന്? പെൻസിലിന്റെ എന്തായി മാറണം? കുറച്ചുകൂടെ പെൻസിലിന്റെ ഇറൈസറായി മാറണം. ഇറൈസർ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളൊരു ഇറൈസർ വെക്കണം. ആ ഇറൈസർ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഇറൈസ് ചെയ്ത് മാറ്റി അവിടെ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. നല്ല കുട്ടികളായി നമുക്ക് ഭാവിയിലേക്ക് വളർന്നു വരാൻ വളരെയധികം നമ്മളെ അത് സഹായിക്കും. അതുപോലെ തന്നെ പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ പ്രസന്റിലാണ്, അല്ലെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് ഇനിയും പറ്റും എന്നുള്ള ആശയം നമുക്ക് കിട്ടി. അപ്പൊ ഇനി എല്ലാവരും രാവിലെ എണീറ്റ് നമ്മുടെ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയി എന്ന് പറയണം, ഐ ആം ദ ബെസ്റ്റ്. എങ്ങനെ പറയണേ? ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ വിന്നർ, ഐ ആം ദ വിന്നർ, അല്ലെ, എനിക്ക് പറ്റും. ടുഡേ ഈസ് മൈ ഡേ,
ഇന്നത്തെ ദിവസം എന്റെ ദിവസമാണ്, ഞാൻ ഇന്ന് വിജയിക്കും എന്നിങ്ങനെയുള്ള നമ്മുടെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് നമ്മളെ സ്വയം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കഴിവുകൾ അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, എല്ലാവരും ക്ലിയർ ചെയ്തോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? പിന്നെ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാമിനോട് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരുടെയും ഹോളിഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്തോ? ഹോളിഡേയ്സിനൊക്കെ യാത്രയൊക്കെ പോയോ? യാത്രകളൊക്കെ പോയല്ലേ? എടുക്കാം. പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്? പ്രണവ് എന്താടാ പ്രണവ് വിശേഷം പറഞ്ഞു മോനെ? പ്രണവിന്റെ വിശേഷം കേൾക്കട്ടെ. പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല. അവിടെ എന്ത് ചെയ്യുന്നു? കുറച്ചു നേരം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് എപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ ശ്രദ്ധ വേണം. അത് മാമിന്റെ ക്ലാസ്സിലായാലും ആരുടെ ക്ലാസ്സിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധയാണ് വേണ്ടത്. ഈ ഹോളിഡേ ടൈമിൽ പ്രണവ് എന്ത് ചെയ്തു? ഈ ഹോളിഡേ ടൈം എങ്ങനെയാ പ്രണവ് ഉപയോഗിച്ചത്? അവധിക്കാലം കളിച്ചു. ഫിസിക്കൽ വർക്കുകൾ നമുക്ക് ചെയ്യണം. കളിച്ചു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ കൊറേ പുരാണം വായിച്ചു. എന്ത് വായിച്ചു? മറ്റേ ഐതിഹ്യങ്ങളൊക്കെ വായിച്ച്. വായിച്ചു. മിടുക്കൻ. അപ്പൊ വായന നമ്മളൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റണം കേട്ടോ. എപ്പോഴും കളിയും എല്ലാം വേണം. കളിയും വേണം, കളിയിലൂടെ പഠനവും വേണം. അതുപോലെ തന്നെ വായന, റീഡിംഗ് ഹാബിറ്റിനെ കുറിച്ച് മാം പറഞ്ഞത് കേട്ടില്ലേ? റീഡിംഗ് ഹാബിറ്റ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ സമയം നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് വായിക്കാനായിട്ട് യൂസ് ചെയ്യാം. നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാൻ പേരൻസിനോട് പറയണം കേട്ടോ. തൊട്ടടുത്ത് ലൈബ്രറി ഒക്കെ കാണുമല്ലോ. ലൈബ്രറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇപ്പോഴുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ? ആരും എഗ്രി ചെയ്തില്ലല്ലോ? ഓക്കെ അല്ലേ? Okay, thank you. Good evening, everyone. Good parents undale. Good evening, ma'am. Good evening. How are you all doing? All well? All good? Fine, ma'am. Yes, fine, ma'am. You have to interact with me. You have to me, right? See, actually today what we will discuss about one of the most important habit to develop in our children. Can you guess what is that? Which will be the most important habit you want to develop? Take a guess. Reading. Wow. Exactly. Reading habit. Tell me, in today's world, digital disturbances are everywhere, right? But still, do you feel reading habit is important, and do you want to develop that habit in your children? Parents, you can answer me. You would like to develop the habit in them? Definitely yes. Right. So tell me why. Why would you want that habit? Or what are the benefits of reading? Anything, whatever you like, you can share with me. What could be the benefits of reading? See, I will share few things with you. Okay. See, what actually the research says is the habit of reading and the love of learning are developed at home. The most important thing parents can do is talk to them and read to them right from early years. Okay, how it benefits? First, it provides intellectual and emotional development of a child. It activates the brain. Okay, then it develops speech and language. It builds listening skills. It stimulates imagination. Reading increases attention span. It fosters curiosity. Do you agree with me? These are the developments which will happen to your child when you start reading to them. Would you agree with me, parents? And most importantly, they develop the ability to express themselves more clearly and confidently. These are the various benefits of reading. So, example, when I talk to you about vocabulary, tell me when you read to your child, it opens up their mind completely, isn't it? Anyone, when you read, it opens up our mind, right?
So how to start? Supposing the children are already into reading, excellent. If they are not into reading and you want to start that habit, how will you start? When will you start? The early you start, the better it is. So you can start reading to your child start with 10-15 minutes a day. Every day, 10 to 15 minutes, you read to them. What happens after a few days or after a few weeks? That 20 minutes will become to 30 or 40 minutes. And gradually, they become an independent reader. So tomorrow, even if you're busy, you're not around, they will read on their own because you have developed that love for books in them. Isn't it? It will help them. Would you agree with me? And what happens is anything you do continuously or anything you do consistently, it becomes a habit. So that's what when we talk about the vocabulary, how when you read, they are another example, I would say you want to develop a speech, you want to develop their language. What you do, usually what parents do, we will casually talk to our children. Every day, all the time we are talking to our children, a casual talk. But when you read from a book, what happens is the children, there are plenty of new words the children will get exposed to. The children are listening to a lot of new words when you read from a book. Otherwise, very less chances to hear those words unless they come across in their classrooms later. So when you read to them from a book, they pick up new words, they learn the new words, they understand the meaning, and when they start communicating to others, when they talk to others, their communication skill, their vocabulary, their language will be different. So basically, the more we expose them to, the more they learn. Right? And also what we share is like every day you should make sure that you have to have an intellectual session between the child and the parent. What I mean by this is talk to them something new. What you ate, what you did in the school, how was your day? That casual talk is all fine. But what I'm saying is you talk to them intellectually, something new, right inputs into their brain. What are they picking up, which will intellectually? And that too, you have to talk to them at their level of understanding. So they make sure that it could be anytime, like how you have a playing time, you have a sleeping time, you have a eating time, have a reading time. Maybe last thing before you go to bed, the last activity, you can read a story, anything. Anytime could be reading time. So make sure that you talk, then that intellectual session will definitely make a difference in your children. They learn new words, new things. Supposing they are in a group of 10 children, anywhere in the school or any other places, anywhere, and your child can talk about the things, what he or she is around them. They're aware of things. Will it make a difference in them if they're sure, right? They can make a difference if they can talk little ahead of other children. They know little more than other children. That how will it happen? It happens through exposure. It happens through learning, right? And what also we say is when you read to them, reading to children molds them into readers, right? And they can acquire all the knowledge and skills and values which are very essential for their success in school and in life. And when you talk about language, English is globally accepted. So, and our children can be anywhere tomorrow they are for their studies
for their job, anything. They may be any part of the world. So when you start developing that reading habit, the language skills from early years, it will be easy for them. And a child who enjoys reading, a child is never, it's like, they enjoy reading, they learn more, that curiosity. You should create that urge in the child to learn more. You should allow them to ask questions. And you feel it is important to answer them back? Definitely it is important. That's how they learn from the answers. So encourage them to read and it is the most enjoyable habit. A child who enjoys reading is never lonely. Trust me. And reading is the best companion for anyone. So parents, make sure you read to them on daily basis. As I told you, anything you do consistently, it becomes a habit. Also, parents are willing to, you have to take in that effort, you have to put in the effort, you have to take the time out and encourage them to develop this habit. Did it make sense, parents? Would you agree with me? Yeah. So this is what I would like to share. Actually, reading, we can go on and we can talk about reading because how it helps developing their brain, everything, overall development, and very, very essential for the success in school and throughout life. So that's what I would say. As I told you, a child who reads is never lonely, and it is the best companion. Thank you, parents. Thank you all. Thank you, Adira ma'am. ma'am, Thank you, ma'am. Thank you. Wonderful welcome, speech. welcome. വണ്ടർഫുൾ സ്പേസ്. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ നമ്മുടെ റീഡിങ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളില് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്ന് പേരൻസിന് ഒരു അവയർനെസ് തന്നെയാണ് മാം തന്നത്. വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് കഴിയാറായിട്ടുണ്ട്. നമുക്ക് സാറിന്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോഴും സാറിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.